ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രിൻഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സ്പെഷ്യൽ വിഭവമാണ്. കാരണം വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം, അതും ഒരു ഫുൾ ചിക്കൻ കൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി, എന്നിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്, ആവശ്യത്തിന് വിനെഗർ, പിന്നെ ഒരു ചെറിയ പീസ് ലെമണും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവുകളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാം ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക. കാരണം ഇവിടെ ഞങ്ങൾ പൊതുവെ എരിവ് വളരെ കുറവുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടേസ്റ്റ് ആയിരിക്കണം എന്നില്ല മറ്റുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ അളവുകളൊന്നും പറയാഞ്ഞത്. വളരെ കുറവാണ് ഞാനിവിടെ എല്ലാം എടുത്തിരിക്കുന്നത്. മക്കൾക്കും ഉമ്മാക്കൊന്നും ആയാലും അധികം എരിവ് ഇഷ്ടമല്ല. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വിനെഗറിൽ നന്നായി കുഴച്ചെടുത്തിട്ട് ചിക്കനിൽ നന്നായി അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. വളരെ സിമ്പിളായൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത്. നമുക്ക് എത്ര തിരക്കുള്ള നേരത്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ബിരിയാണി വേണമെന്നൊക്കെ ചില ദിവസങ്ങളിൽ നമ്മളോട് പറയാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിരിയാണിയാണിത്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കുക. ദെൻ പൊട്ടറ്റോ, സവോള, തക്കാളി എല്ലാം ഓരോന്ന് എടുക്കുക. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞി പീസ് ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടി അതിലൊഴിച്ചിട്ട് മൂടി വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി നമുക്ക് ബിരിയാണിക്ക് നമ്മൾ കുറേ സവോളൊക്കെ എടുക്കും. ഇവിടെ നമുക്ക് ആകെ 2 സവോള മാത്രം ആവശ്യം വന്നിട്ടുള്ളൂ. ഒന്ന് നമ്മൾ ചിക്കൻ്റെ ഒപ്പം കുക്കറിലിട്ട്, പിന്നെ ഒന്ന് ഇവിടെ ഈ വഴറ്റുന്നതും. സവോള ഇവിടെ ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് വാടുന്ന സമയം കൊണ്ട് നമ്മൾ മറ്റൊരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് ഗരം മസാല, ഏലക്കായ, കുരുമുളക്, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളുടെ മസാലയിലേക്ക് അര തക്കാളി ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഹാഫാണ് നമ്മൾ കുക്കറിൽ ചിക്കൻ്റെ ഒപ്പം ഇട്ടത് കേട്ടോ. ചോറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ടിട്ടുണ്ട്. മസാലയിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു. അത് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറ് വെക്കാനുള്ള വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി 7 ഗ്ലാസ് വെള്ളം പ്ലസ് 1 ഗ്ലാസും കൂടെ ഒഴിച്ചു. അതുകൂടാതെ ഒരു ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളുടെ ചിക്കൻ എന്തായെന്നൊന്ന് നോക്കാം. ചിക്കൻ്റെ മൂടിയൊക്കെ തുറന്ന് അപ്പോൾ ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചിക്കനെ സേഫായിട്ട് ആദ്യം ഇറക്കി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ചിക്കൻ വെന്ത സ്റ്റോക്ക് കുറച്ച് അതിൽ വെച്ച് അത് നമ്മളുടെ ചോറ് വേവണ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ വരുമല്ലോ. ഇപ്പം നമ്മളുടെ ചോറിന് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഒന്ന് കുറച്ചിട്ടു. അതിന് ശേഷം ചോറിന് വെള്ളം നന്നായി വറ്റിയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. അത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ മസാല ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനൊരു കുഴിയുള്ള കയ്യിലെടുത്തിട്ട് അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കൂടാതെ ഞാൻ ചിക്കനും പതുക്കൊന്ന് മറിച്ച് വെച്ചിരുന്നു. എന്നിട്ട് പുതിനയും മല്ലിച്ചപ്പും ചെറുതായി അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മളുടെ ചിക്കൻ്റെ മസാല അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണം മാത്രമല്ല, അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ മൂടി തുറന്ന് ചോറ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ചോറിലേക്ക് വേണ്ടി സവോള ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെയ്യാണ് ഇപ്പം ഞാൻ ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഞാൻ ചിക്കന് സേഫായിട്ട് ചോറിലേക്ക് ഇറക്കി വെച്ചു. ഇനി ആ മസാല ഒക്കെ നമ്മൾ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല, കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ വൈറ്റ് ചോറായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാഫ് പോർഷനിലാണ് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും കുറച്ച് പുതിനയും മല്ലിച്ചപ്പും എല്ലാം വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.